എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Ten of Pentacles, Queen of Wands, Ace of Cups, Ten of Pentacles, Ten of Cups, Two of Pentacles, Ten of Cups and Six of Pentacles energy connections. ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി സന്തോഷഭരിതരായിരിക്കുന്ന ഒരു സമയം തന്നെ പറയാം. ആദ്യം തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസും ടെൻ ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി, കരിയർ രണ്ടും, പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വളരെ സുഗമമായിട്ടെന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വളരെയധികം ആഗ്രഹിച്ചതിനേക്കാൾ ഒത്തിരി ഇരട്ടി ഭംഗിയായിട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നിലയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ മെറ്റീരിയൽ ഗെയിൻ മാത്രമല്ല, അതായത് ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം എന്നുള്ളതല്ല, സമൃദ്ധിയാണ് ജീവിതത്തിൽ കാണിക്കുന്നത്. സമൃദ്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് കരിയറിൽ മുന്നിട്ട് നിൽക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ളതിലും നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സമൃദ്ധി, ഐശ്വര്യം ജീവിതത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. സക്സസ് ജീവിതത്തിലേക്ക് വരുന്ന, കരിയർ, ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ ഒത്തിരി ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയം. ജോലിയിലെ പ്രമോഷൻ, അതേപോലെ ശമ്പള വർധനവ് കാര്യങ്ങൾ, പ്രമോഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇനി പ്രമോഷൻ അല്ലാത്തവരാണെങ്കിലും ശമ്പള വർധനവ്, മറ്റെന്തെങ്കിലും അലവൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം, ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. സക്സസ്, വിജയം അടുത്തിടയ്ക്ക് വിജയിച്ച് കാണണമെന്ന് വിചാരിച്ചൊരു മേഖലയിൽ നിങ്ങൾ വിജയിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ മാറ്റം, നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ, പ്രത്യേകിച്ച് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ വലിയൊരു രീതിയിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ പെർസെപ്ഷനിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. വളരെ ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം മച്യൂരിറ്റിയോട് കൂടിയിട്ട്, കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ലൈഫിൽ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ട് മാറുന്നു എന്നുള്ളതും നിങ്ങൾക്ക് കാണാവുന്ന. അതേപോലെ തന്നെ നിങ്ങളുടെ മേലധികാരികൾ, ബോസ്, നിങ്ങളുടെ മുകളിലുള്ള വ്യക്തി, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പ്ലഷേഴ്സ് ഓഫ് ലൈഫ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സന്തോഷവും സംതൃപ്തിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ കുടുംബമായിട്ട് ഒത്തൊരുമിച്ചൊരു യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ കുടുംബമായിട്ട് ചേർന്നിട്ടും വിനോദയാത്രകൾ, ഇതുപോലുള്ള പിക്നിക്ക് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. യാത്ര നിങ്ങൾക്ക് ഒത്തിരി ജീവിതത്തിൽ മൂല്യം നിറയ്ക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ജീവിതത്തിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്ന പല മുഹൂർത്തങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി എന്നുള്ളൊരു സാഹചര്യം, നിങ്ങൾ എങ്ങനെ ഒരു ഫാമിലി ആണോ ചിന്തിച്ചിരുന്ന, ഒരു സമയത്ത് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മറ്റുള്ളവരുടെ പല രീതികളോ പ്രവർത്തനം, മറ്റുള്ളവർ കാരണം ജീവിതത്തിൽ സന്തോഷം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്, അത് നിങ്ങളാണ് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല, അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പലതും നിങ്ങളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. മറ്റൊരാളെ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നില്ല.
അത് നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്നൊരു മാറ്റമാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതിലല്ല നിങ്ങളുടെ ഫോക്കസ്. ക്യൂൻ ഓഫ് വോൺസ് ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ ലൈഫിൽ അത് സംഭവിച്ചു, അവർക്ക് അതുണ്ട് ഇതുണ്ട്, അതുകൊണ്ട് എൻ്റെ ലൈഫിലും അങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ നല്ല ഫോക്കസ്ഡ് ആണ്. ഒരു ഗോള് നിങ്ങൾക്കുണ്ടെങ്കിൽ ഗോള് എന്താണ്, എവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ ആളായി കാണിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവരോട് അസൂയോ കുശുമ്പോ അങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇന്നലെയിൽ നിന്ന് ഇന്ന് എത്രത്തോളം ബെറ്ററാണ് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സമയം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ ഉണ്ടെങ്കിലും അത് ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ നിന്നിട്ട് കഴിവ് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ചമ്മൽ മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങളുടെ കഴിവ് അത് എന്ത് തന്നെയായാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്കൊരു മടിയില്ല. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായി കാണില്ല, നിങ്ങൾക്ക് ഇതിന് കഴിവുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ അതല്ല, നിങ്ങൾ നിങ്ങളുടെ കഴിവ് അക്സെപ്റ്റ് ചെയ്യണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ്, പലതരത്തിൽ എല്ലാത്തിലും പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുക ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി. അതേപോലെ തന്നെ ഈസ് ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നേറുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരെയും നിങ്ങൾ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഫാമിലിയുടെ സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലി നല്ല രീതിയിൽ വെൽ സെറ്റിൽഡൊക്കെ ആകുന്നു. അപ്പോൾ നിങ്ങൾ മറ്റൊരാളെ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആ ഒരു ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, പുതിയൊരു കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വിദേശത്ത് ഉള്ള ഒരാളാണെങ്കിൽ മറ്റൊരാളെയും മറ്റുള്ളവരെയും അവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ പുതിയ ഒരു തുടക്കം ജീവിതത്തിൽ വരുന്നുണ്ട്. ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പുതിയൊരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറയാം. ഒന്നുകിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ആകാൻ ചാൻസസ് ഉണ്ട് ചില ആളുകൾ, അതായത് പുതിയൊരു അതിഥി കൂടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു. അതൊരു പുതിയ ബന്ധം കൂടിയിട്ടാണ്. അപ്പോൾ ഒരു മകനോ മകളോ അച്ഛൻ അമ്മ സഹോദരൻ അങ്ങനെ പല തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ആകാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു വഴികാട്ടിയൊരു അതുപോലത്തെ ഒരു വ്യക്തി, അതായത് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു സുഹൃത്തിനെ ലഭിക്കുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഈ ഒരു മാസം നിങ്ങൾ ഇമോഷണലി വളരെയധികം മെച്യൂർ ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാനസികമായിട്ട് വൈകാരികമായിട്ടൊക്കെ ഒത്തിരി തൃപ്തി നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ്. ഈ അടുത്തിടയ്ക്കായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ എന്താണ് എങ്ങനെയാണ്, എല്ലാത്തിനും ഒരു ആംബിഗ്യൂറ്റിയാണ്. നിങ്ങളെ വേണോ വേണ്ടയോ ഒരു തെളിച്ചുമില്ല. എന്താണ് ശരിയായിട്ട്, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ഏത് വഴിക്ക് മുന്നോട്ടേക്ക് പോകണം, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തെടുക്കണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നിരിക്കാം. അത് ഈ ഒരു മാസത്തിലും ചില കാര്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നാലും പൊതുവേ എല്ലാ കാര്യത്തിലും കൺഫ്യൂഷൻ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ
ആ ഒരു എനർജി വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.